നമ്മള് ഭയങ്കര ഫുൾ ട്വിസ്റ്റ് ആണ്. സെക്കൻഡ് ഹാഫ് ഫുൾ ട്വിസ്റ്റ് ആണ്. ഒരാഴ്ച കൂടി കാണാനുള്ളതുണ്ട്. ശരി, ഇമോഷണൽ സൈഡ് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. പടം അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. ആസ് എക്സ്പെക്ടഡ് ആയിരുന്നു. നമ്മളെല്ലാരും കണ്ടതാ. അതുപോലെ തന്നെ അതിനേക്കാളും അടിപൊളി മികച്ച രീതിയിൽ തന്നെയാണ് ദൃശ്യം 3 എടുത്തേക്കുന്നത്. എല്ലാരും മസ്റ്റ് വാച്ച് ആണ്. എനിക്ക് ഒരാഴ്ച കൂടി കാണാൻ തോന്നുന്നുണ്ട്. കുറെ ട്വിസ്റ്റ് ഉണ്ട്. ആ, ഞെട്ടിക്കലുണ്ട്. ഫുൾ ത്രില്ലറാണ്. ഫസ്റ്റ് ഹാഫ് ത്രില്ലറിലാണ് നിർത്തണതും സെക്കൻഡ് ഹാഫ് ഫുള്ളോട് ട്വിസ്റ്റ് ആണ്. മേ ബി വന്നേക്കാം. ഞാനത് പ്രതീക്ഷിച്ചായിരുന്നു. ലാലേട്ടൻ ആസ് ഓൾവേസ് അടിപൊളി. നമ്മളും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയി പോകും. ഹാർട്ട് ടച്ചിങ് ആണ് എല്ലാ സീൻസും. നന്നായിട്ട് എൻജോയ് ചെയ്ത് കാണാം. ഫാമിലി പ്ലസ് ഫുൾ ത്രില്ലർ ഒരു മൂവി. ഒന്നും പറയാനില്ല. ഒരു സെന്റിമെന്റൽ മൂവിയാണ്. ഏറ്റവും നല്ല ഇതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഒരു സെന്റിമെന്റൽ മൂവി കേട്ടോ. ഇവിടെ തീരുന്നത് പടം കിടിക്കൊന്നും പറയാനില്ല. ജിത്തുവിന്റെ ഏറ്റവും മികച്ച വർക്ക് അവസാനം ഞാൻ പറഞ്ഞല്ലോ, ആ അവസാനത്തെ ജിത്തു ജോസഫിന്റെ 2 പടത്തിനേക്കാളും വളരെ മോഹൻലാൽ ഉണ്ടെങ്കിലേ ജിത്തു ഉള്ളൂ. അങ്ങനെ ഒരു കഴിവ് വന്നിരിക്കും കേട്ടോ. ദൃശ്യം കലക്കി ഏറ്റവും ബെസ്റ്റ് കുടുംബ അടിച്ചു ഒരു ഫാമിലി ത്രില്ലർ മൂവിയാണ്. അടിപൊളി കിട്ടിക്ക് ഒന്നും പറയാനില്ല. വേറെ ലെവൽ. ഇമോഷണൽ ആണ് കഥപരമായാണ് പോണത്. കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ലാലേട്ടൻ നന്നായിട്ട് തന്നെ അഭിനയിച്ചു. ക്ലൈമാക്സ് സസ്പെൻസും ഇതും 1 ഉം 2 വെച്ചുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. അവിടെ തൂക്കും സിമ്പിള്. ലാലേട്ടൻ നന്നായിട്ട് അഭിനയിച്ചു. 4 ഉണ്ടാവും, ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ഏകദേശം പോലെ തോന്നുന്നത്. അവസാനം കൊള്ളായിരുന്നു. ക്ലൈമാക്സിൽ കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു ഇതുണ്ട്. അത് ഭയങ്കര ഇമോഷണലാണ്. ഫാമിലി ഓഡിയൻസിന് പടം ഭയങ്കരമായിട്ട് കണക്ട് ആവും. ഇമോഷണൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ പടം അടിപൊളിയാണ്. പിന്നെ നമ്മൾ ഭയങ്കര ഒരു പ്രതീക്ഷ വന്ന് ട്വിസ്റ്റ് പരിപാടി പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ പടം നിരാശയായിരിക്കും. ട്വിസ്റ്റ് നല്ല കാര്യം. ഒരു പക്ക ഒരു സിനിമാറ്റിക് പോയിന്റ് ഓഫ് വ്യൂ ഇതൊരു പീക്ക് സിനിമയാണ്, പീക്ക് പടം. പക്ഷേ ട്വിസ്റ്റ് പരിപാടികൾ പ്രതീക്ഷയുള്ള ആൾക്കാർക്ക് പടം നിരാശയായിരിക്കും. ഇപ്പൊ സ്ക്രിപ്റ്റ് ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും പരിപാടി എല്ലാം വൃത്തിക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ലാലേട്ടൻ ആ ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ ഇപ്പൊ ഏകദേശം ഒരു 13 വർഷമായിട്ട് പോലും പുള്ളി ആ ക്യാരക്ടറിൽ നിന്ന് ഒട്ടും തന്നെ മാറിയില്ല. അതേപോലെ തന്നെ നല്ല വൃത്തിക്ക് വെടിപ്പായിട്ട് ക്യാരക്ടർ എല്ലാം കൊണ്ട് പടം ഒരു ഡീസന്റ് വാച്ചാണ്. പക്ഷെ ഓവർ പ്രതീക്ഷ വെച്ചാരും പോകരുത്. ഒരു ഇമോഷണൽ പരിപാടി പ്രതീക്ഷിച്ച് പോവാണെങ്കിൽ പടം നൈസാണ്. ഒരു ഇമോഷണൽ പോയിന്റ് കുട്ടിയുടെ മാനറിസംസും പെരുമാറ്റവും അയാളുടെ സ്വഭാവം തന്നെ മാറിപ്പോയി വേറൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഒട്ടും ഓർഗാനിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആർക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമുക്കറിയാം ജോർജ് കുട്ടി തന്റെ ഫാമിലിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ളത്. പക്ഷെ ആ രീതിയിലൊന്നുള്ള കാര്യങ്ങൾ വേറെ ഏതൊക്കെയോ തലത്തിലാണ് ജോർജ് കുട്ടിനകത്ത് പെരുമാറുന്നത്.